ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞങ്ങൾ അമ്പലത്തിൽ വന്നേക്കാണ്. അമ്പലത്തിലെ ഉത്സവമാണ്. ദേ കണ്ണനും കുഞ്ഞിപ്പനും അമ്മയും ലക്ഷ്മിയും എല്ലാവരും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരുടെ ഉത്സവത്തിന് വന്നേക്കാണ്. അമ്പലത്തിൽ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ഗ്യാങ്ങൊക്കെ ഉണ്ട്. അനു, വർഷ എല്ലാവരും ഉണ്ട്. ലക്ഷ്മി കൊച്ച് വാശി എടുത്തിട്ട് പുറത്തേക്ക് പോയി. ആര്യയാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കണ്ണൻ ദേ എൻ്റെ അച്ഛൻ്റെ മടിയിൽ പോയിരിക്കുകയാണ്. അമ്മ വന്നിട്ടില്ല. അങ്ങനെ ദേ ശീവേലി കഴിഞ്ഞ് തിടമ്പേറ്റിയ ആന പ്രദക്ഷിണം വയ്ക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ശീവേലി കഴിഞ്ഞു കേട്ടോ രാവിലത്തെ. അപ്പോൾ ഈ തിടമ്പേറ്റിയ ആന മാത്രമാണ് പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്നത്. പ്രദക്ഷിണം വച്ച് വന്നിട്ട് തിടമ്പിറക്കും. അങ്ങനെയാണ് കേട്ടോ. അങ്ങനത്തെ ആന പ്രദക്ഷിണമൊക്കെ വെച്ച് വന്നു. ഇനിയിപ്പോൾ തിടമ്പിറക്കുകയാണ്. ഇപ്പോൾ തിരുമേനി വന്ന് തിടമ്പിറക്കും. അപ്പോൾ ദേ തിടമ്പ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ശീവേലി ദേ അങ്ങനെ കഴിഞ്ഞു. തിടമ്പ് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നെ നമുക്ക് അകത്ത് കയറിയൊക്കെ തൊഴുവാൻ പറ്റും. ഇനിയിപ്പോൾ ആന പകൽപൂരത്തിനാണ് വരുന്നത്. അങ്ങനെ ദേ ശീവേലിയെ കഴിഞ്ഞ് ആനയെ പുറത്ത് കെട്ടിയേക്കാണ്. ഇവിടെ നല്ല സുഖമാണ് കേട്ടോ നിൽക്കാനായിട്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഞങ്ങളും ദേ അവിടെയാണ് നിൽക്കണേ. ആരെയാണ് ദേ പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ആനയും കാണിച്ച് ഫുഡ് കൊടുക്കാമല്ലോ. അപ്പുറത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്. അങ്ങനെ ദേ വൈകുന്നേരമായി. ഞങ്ങളെല്ലാവരും പകൽപൂരത്തിന് പോവാണ്. ഇപ്പോൾ പകൽപൂരം തുടങ്ങണേക്ക് മുമ്പ് ഒരു മഴ പെയ്തായിരുന്നു. മഴ പെയ്തപ്പോൾ തന്നെ ആ ചൂടൊക്കെ പകുതി കുറഞ്ഞിട്ടോ. അപ്പോൾ ദേ ഞാനും ആര്യയും ധാവണിയാണ്. ലക്ഷ്മി പാവാടയും ബ്ലൗസാണ്. പിന്നെ കണ്ണനെ കുർത്തടിയിച്ചു. ഇച്ചു ആണെങ്കിൽ ഷർട്ടും പാൻറ്റുമാണ്. ആമി പാവാടയും ബ്ലൗസാണ്. കണ്ണൻ്റെ കുർത്ത ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. വർക്കും ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ എൻ്റെ ധാവണിയും ഞാൻ തന്നെ ചെയ്തതാണ്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും നടന്നാണ് പോണേ. വണ്ടി എടുത്തിട്ടില്ല. അങ്ങനെ ദേ ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ദേ അമ്പലത്തിൽ അകത്തേക്ക് എഴുന്നള്ളിപ്പ് എത്തിയിരുന്നു. അപ്പോൾ ആനയെല്ലാം അകത്താണ്. അപ്പോൾ ദേ ഞങ്ങൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് പുതിയ ആൾക്കാർ. ഉത്സവം കൂടാൻ വേണ്ടി വന്നേക്കുന്ന ആൾക്കാരാണ് ഇവർ. 5 പേരുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ നല്ല രസമായിരുന്നു. കണ്ണൻ പോയി എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാരാണെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. ഷാജി പാപ്പ എന്തേ കണ്ണനെയൊക്കെ എടുത്ത് കറക്കി. കണ്ണൻ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണ്ടായിട്ടോ. ഇച്ചൂട്ടനും കൊടുത്തു. ഫോട്ടോ എടുത്തു. എല്ലാവരും ഫോട്ടോ എടുത്തു. അപ്പോൾ അതേ പകൽപൂരത്തിന് ആന എഴുന്നള്ളിച്ചേക്കാണ്.
ചേട്ടനും നിഖിലൊക്കെ കമ്മിറ്റി ഓഫീസിലിരിക്കുകയാണ് എഴുതാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ചേട്ടനാണെങ്കിൽ കമ്മിറ്റിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് 10 ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഡ്രസ്സ് കണ്ടോ, ഇത് നമ്മൾ കുത്താമ്പള്ളിയിൽ നിന്ന് മേടിച്ചതാണ്. കുത്താമ്പള്ളി എയർ ഹാൻഡ്ലൂംസില്ലേ, അവിടെ നിന്ന്. ഇത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇവരുടെ ഒപ്പം ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ അവരുടെ സൗണ്ടൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കണ്ണൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണേ. അവൻ്റെ സ്കൂളിലത്തെ ചേച്ചിമാരാണ് കേട്ടോ ഇവർ. പിന്നെ ഇത് നമ്മുടെ വേറൊരു ഗ്യാങ്. ഇത് ഗോപിക, പിന്നെ രശ്മി ചേച്ചി, ചിഞ്ചു ചേച്ചി. ഈ രശ്മി ചേച്ചി, ചിഞ്ചു ചേച്ചിയൊക്കെ നമ്മൾ ഒരുമിച്ച് തിരുവാതിര കളിക്കാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. രശ്മി ചേച്ചിയാണ് കേട്ടോ നമുക്ക് തിരുവാതിരയൊക്കെ പഠിപ്പിച്ച് തരുന്ന ആൾ. ഇതാണ് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ തയ്ച്ച ധാവണിയാണ്. ചേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ കുത്താമ്പള്ളിയിൽ നിന്ന് എടുത്താണ്. കണ്ണൻ്റെ കുർത്തയും ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ. അങ്ങനെ പകൽപൂരം കഴിഞ്ഞു, ദീപാരാധന കഴിഞ്ഞു. ഇപ്പോൾ രാത്രി ഒരു 10:30 മണിയാണ്. താലപ്പൊലി തുടങ്ങാൻ പോവാണ്. അപ്പോൾ താലപ്പൊലി തുടങ്ങാൻ വേണ്ടി തിടമ്പേറ്റി ആന വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 2 ആനകളും നേരത്തെ അവിടെ നിൽക്കും. പിന്നെ ഈ ആന തിടമ്പേറ്റിയിട്ടാണ് നടുക്കേറി നിൽക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ 11 ആന വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പക്ഷേ 3 ആനയാണ് നിർത്താറുള്ളൂ. 3 ആനയാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. അതിൽ ലാസ്റ്റ് 3 ദിവസം താലം ഉണ്ടാവും കേട്ടോ. പക്ഷേ ആദ്യത്തെ 2 ദിവസം ആന ഉണ്ടാവില്ല. ലാസ്റ്റ് ഡേ മാത്രമാണ് ആന ഉണ്ടാവുള്ളൂ. ഞാൻ 3 താലം എടുത്തായിരുന്നു കേട്ടോ. ആദ്യത്തെ 2 താലം എന്ന് പറഞ്ഞാൽ അധികം സമയമൊന്നും നമ്മൾ നിൽക്കേണ്ടി വരില്ല, കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് താലം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും നിറഞ്ഞ് നിൽക്കുകയാണ് താലം എടുക്കാനായിട്ട്. ഞങ്ങൾ എപ്പോഴും ഇതേപോലെ തന്നെയാണോ നിൽക്കണേ. എല്ലാ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കാറ്. രശ്മി ചേച്ചി, ചിഞ്ചു ചേച്ചി, ആര്യ, വർഷ, പിന്നെ അനു ഉണ്ടാവാറുണ്ട്, ഇത്തവണ ഇല്ല. അപ്പോൾ എല്ലാവരും താലം എടുത്ത് നിൽക്കാൻ കേട്ടോ. താലപ്പൊലി തുടങ്ങാൻ പോവാണ്. ചെണ്ടക്കാരൊക്കെ വന്ന് നിന്നു. കുറേ താലം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ കുറേ ഉണ്ടായിരുന്നു താലം. അപ്പോൾ ഈ താലപ്പൊലിയോടുകൂടി ഈ തന്നത്തെ ഉത്സവം സമാപിച്ചിരിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്